ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇരിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു താമരക്കുളത്തിലാണ്. ഇപ്പോൾ താമര ഒന്നുമില്ല, ഇപ്പോൾ ഇവിടെ ക്ലീനായി എല്ലാം സെറ്റപ്പായി. കുളം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇതെത്തി. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ തികച്ചില്ലാന്ന് തോന്നുന്നു ഇങ്ങോട്ട്. ഈ സൈക്കിളാണ് നമ്മൾ വന്നത്. ഈ വഴി പോകണം. ഈ തോടിന് നേരെ പോയാൽ തോട് വഴി നേരെ പോയാൽ ഈ സ്ഥലമെത്തി. ആ കുളത്തിൽ നിന്ന് തന്നെ വെള്ളമാണിത്. കഴിച്ചപ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ട് നമുക്ക് നേരെ ആ സൈഡിൽ കൊണ്ടുവയ്ക്കാം. സൈഡിൽ വച്ചുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ ഒരു വീടുണ്ട്, നമുക്ക് ഈ വഴി നേരെ നടക്കാം. ഈ തോട് വഴി നേരെ നടന്നു കഴിഞ്ഞാൽ ഈ സ്ഥലമെത്തി. കുറച്ച് നടക്കാണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നടന്ന് അവിടെ ഒരു വീടുണ്ട്. തിരിച്ചൊരു നമുക്ക് ആ വഴി വരാം. ഇപ്പം കയറുമ്പോൾ ഈ വഴി പോകാൻ നോക്കാം. ഗൈസ്, ഈ സൈഡിൽ ഒരു കിണറുണ്ട്. ആ കിണർ മൊത്തം അടിവരും കാണാൻ പറ്റും. നല്ല ക്ലിയർ വെള്ളം. ഇതിൽ മീനുണ്ടോ നോക്കാം. അടിവരെ ക്ലിയർ ആയിട്ട് കാണാം, നല്ല വെള്ളം. ആ വീട്ടിലത്തെ കിണറാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പറമ്പൊക്കെ നനയ്ക്കാൻ വേണ്ടിയായിരിക്കും. അവിടെ നിന്ന് തന്നെ വെള്ളമാണിത്. ഈ തോട് വഴി നേരെ പോവാം മേലായിട്ട്. നമ്മുടെ ഈ സൈഡിലാണ് ഈ വീടില്ല, ആ വീടിൻ്റെ ഒരു സൈഡിലൊരു കുളമാണ്. നോക്കിയപ്പോൾ വലിയ വലിയ മീനുകളുണ്ട്. അവർ വളർത്തന്നെയാന്ന് തോന്നുന്നത് മീനെ വാങ്ങിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ കുറേ മീനുകളൊന്നും തന്നെ ഉണ്ടാവും. കണ്ട കഴിച്ച. അപ്പോൾ നമ്മൾ കുളത്തിലെത്തി. ഈ കുളത്തിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോണത്. അത്യാവശ്യം നല്ല കുളമൊക്കെയാണ്. കുളിക്കാൻ പറ്റുമെന്നറിയില്ല, മീൻ പിടിക്കാൻ പറ്റുമെന്നറിയാം. എന്തായാലും മീനുണ്ടാവും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒന്ന് മീനിട്ട് നോക്കിയതാ. മീനെ പരലിനെ കിട്ടി. മീനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇട്ടപ്പോൾ ഇട്ടു അപ്പോൾ തന്നെ കിട്ടി. നമുക്കങ്ങ് സൈഡിലായിട്ട് നടന്നു പോകാം. ആ സൈഡിൽ നമുക്ക് ആ സൈഡിലായിട്ടൊന്ന് പോയാൽ ഈ സൈഡിൽ തണലുണ്ട്, അവിടെ സൈഡിൽ വെയിൽ ഒക്കെ ആയിട്ട്. നമുക്ക് നേരെ നടക്കാം. ഗൈസ്, അവിടെ ഒരു മീൻ കൂട്ടം, കുറേ മീനൊക്കെ നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം സൂം ചെയ്ത്. ഗൈസ്, അവിടെ കുറച്ച് മീനൊക്കെ നിൽക്കുന്നുണ്ടോ? അവിടെ കൈ കൊണ്ടുവരാം. അവിടെ ഏത് മീനാണെന്നറിയില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളത് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു മീനടിച്ചാണ്. ഇതും പറല് തന്നെയാണ്. ഇതിനെ കൂടെ തിരിച്ചുവിടും. ഒരു വലിയതിനെ കിട്ടിയായിരുന്നു. ഇതെല്ലാം ചെറുതാണ്. വരാലിനെ പിടിക്കാൻ ഉപയോഗിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ച മീനെ കാണിച്ചു തരാം. 3 കിട്ടിയാൽ 3 താഴെ തന്നെ ഇട്ടു. ഇത് ഒരെണ്ണം അത്യാവശ്യം വലിയതാണ്. ഇതിന് നമ്മളിപ്പോൾ ഇട്ടിട്ട് തന്നെ പോകും, ഇത് മാത്രമുള്ളെങ്കിൽ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തായിട്ട് പോവാണ്. ഈ മീൻ മാത്രമേ കിട്ടുള്ളൂ. ഈ മീനെ തിരിച്ചിടാം. ഒരാഴ്ച കൂടി നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായി. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോട്ടെ. കുറച്ച് നേരം മുമ്പ് ഇട്ട് വെച്ചതാ. ഗൈസ്, ഇതിനകത്തൊരു കുന്തമില്ല. ഗൈസ്, അപ്പോൾ ഇന്ന് മീനൊന്നും ഇല്ലാന്ന് നോക്കാം. മീനൊക്കെ കുറേ പേര് പിടിച്ചിട്ടുണ്ട്.
ഇത് ആ ചൂണ്ടക്കുളത്തിലൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി വേറെ സ്ഥലത്തേട്ട് പോവാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഈ കുളത്തിലൊരു കുന്തമില്ല, തീറ്റ മാത്രം തിന്നും വേണ്ട, കുളത്തിലൊന്നുമില്ല. നമുക്ക് ആ വേറെ സ്ഥലത്തേട്ട് പോയിട്ട് അവിടെ നിന്ന് മീനെ കിട്ടുമോ നോക്കാം. വീടിൻ്റെ അടുത്തുള്ള പാടത്തിൽ ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ നിന്ന് തിരിച്ചു പോകാം. വന്നത് നമ്മൾ മറ്റു വഴിയാണ്. നമ്മളിപ്പോൾ വന്നത് ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ ഇച്ചിരി എളുപ്പത്തിന്. എൻ്റെ ആ തോട് കാണാൻ പറ്റുമല്ലോ, ആ തോട്ടിൽ കൂടെ ഇനി നേരെ എടുക്കാം. സൈക്കിളെടുത്ത് നമുക്ക് പോവാം. ആ വഴിയാണ് നമ്മൾ പോയത്. ഞാൻ തോട് നടന്ന് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഫോൺ ഷെയ്ക്കാവും. അതായത് ഇവിടെ കൂടെ നടക്കാൻ പല്ലാവുകൊണ്ടാണ്. ഇത് സൈക്കിളിനോട് എത്തിയിട്ടുണ്ട്. നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോവാം. നമുക്ക് ഇങ്ങനെ ചവിട്ടി പോവാം. ഇവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ട്. നമുക്കത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കയറി വന്ന വഴി ടാറ്റയും പറഞ്ഞു പോവാം. നമുക്കിന്ന് വേറെ നോക്കിയിട്ട് പോവാം. ഇവിടെ നമ്മൾ കുറച്ചുമ്പോൾ കണ്ടത് ഞാൻ അവിടെ ഇട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. പ്രാവശ്യം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ പാടത്തിൻ്റെ അവിടെ ഇട്ട് പോവാം. അപ്പോൾ നമ്മൾ മറ്റേ കുളത്തിൽ നിന്ന് ഇവിടെ എത്തി. ഇവിടെ ഈ കുളത്തിൽ അഞ്ഞ സിലോപ്പി, വലിയ വലിയ സിലോപ്പിയൊക്കെ ഉണ്ടെന്ന് കേട്ടെ. അതിനകത്തും നമുക്ക് ഇതിനകത്തുനിന്ന് പിടിക്കാം, മീനെ പിടിക്കാം. മഴ പെയ്യുണ്ട്, ഒക്കെ വെള്ളത്തിലോട്ടൊക്കെ അറിയാൻ പറ്റും. നമുക്ക് പിടിക്കാം. നീ മീനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഈ കുളത്തിൽ വരാലിനെ കണ്ടേക്കാണ്. 5-6 കണ്ടു സൈഡിൽ കൂടെ. അപ്പോൾ അതിനെ പിടിക്കാനുള്ള ശ്രമം, അതിനെ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരാലിനെ പിടിക്കാൻ ഒരു പൊങ്ങൻ ചട്ടീനെ പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂണ്ടലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുപ്പിയിൽ ഇട്ടിട്ട് അങ്ങോട്ടുണ്ട് വരാലിനെ പിടിക്കാൻ. ഓരോന്ന് ഇവിടെ ഇട്ടുണ്ട് ഈ കോലിൻ്റെ അവിടെ. നമുക്കിനി കാത്തിരിക്കാം കുറച്ച് നേരം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളിന്ന് സിലോപ്പീനെ പിടിക്കാനകത്ത് വന്നാണ്. സിലോപ്പീനെ കിട്ടിയില്ല, വരാലിനെ കണ്ടു 2-3 അപ്പോൾ അതിനെ പിടിക്കാൻ നിർത്തിയിരുന്നു. വരാലെ കിട്ടിയില്ല. 2-3 കുഞ്ഞ് സിലോപ്പീനെ കിട്ടി. പിന്നെ അതിനെ തിരിച്ചിട്ടു. പിന്നെ ഒരു കറുപ്പീനെയും കിട്ടി. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കുപ്പിയിലാക്കിയേണ്ടത് വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കൊടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.